പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ. നാൾ തോറും അവകളെ ധ്യാനിക്കുന്നു. പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ. നാൾ തോറും അവകളെ സുഭാഷിതം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുന്നു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. They sing the song of Moses, the servant of God, and the song of the Lamb, saying, Great and marvelous are your works, Lord God Almighty. Just and true are your ways, O King of the saints. യോഹന്നാൻ സ്വർഗത്തിലെ ദർശനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് 2-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. സാത്താനെ ജയിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ആളുകളുടെ ദർശനമാണ് യോഹന്നാൻ കാണുന്നത്. മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടുകൾ വിമോചന ഗീതങ്ങളാകുന്നു. മോശയുടെ പാട്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തന്റെ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ വിഭാഗിച്ച് അതിൽ കൂടെ അവരെ വഴി നടത്തി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രയേല്യരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രയേല്യർ കാണുകയും ചെയ്തു. ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയി. അന്ന് മോശയും ഇസ്രയേല്യരും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിച്ചുകൊണ്ട് പാട്ടുപാടി. അതുപോലെ ദൈവം തന്റെ കഷ്ടത അനുഭവിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി മൃഗത്തിന്റെ മേൽ, അതായത് സാത്താന്റെ മേൽ വിജയം വരിച്ചു. സർവശക്തന് മാത്രം ചെയ്യാൻ കഴിയുന്ന മഹത്തായതും അത്ഭുതകരവുമായ പ്രവൃത്തികളെക്കുറിച്ച് അവർ പ്രശംസിക്കുന്നു. അവർ പാടിയ പാട്ട് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. അന്ധകാര ശക്തികളിൽ നിന്നുള്ള വിടുതലിന്റെ ദൈവപ്രവൃത്തി കണ്ടവരാണവർ. സാത്താൻ തനിക്ക് ശക്തിയുണ്ട് എന്ന് സ്വയം നടിച്ചുകൊണ്ട് വിശുദ്ധന്മാരെ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും ഒരുമ്പെട്ടു. 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങളെ ജയിക്കുവാൻ സാത്താന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ന്യായവിധികൾ കണ്ട സ്വർഗത്തിലെ വിശുദ്ധന്മാർ പാടിയത്, സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം ഇത് ചെയ്തത് എല്ലാവർക്കും നീതിയുക്തവും സത്യവുമായ രീതിയിലാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം നീതിമാനാണെന്ന് പറയുമ്പോൾ അവിടുന്ന് തന്റെ സൃഷ്ടികളോടുള്ള പെരുമാറ്റത്തിൽ പൂർണ്ണമായും നീതിമാനാണെന്ന് അർത്ഥമാക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. 89-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ദയയും വിശ്വസ്തതയും നിനക്ക് മുമ്പായി നടക്കുന്നു എന്നാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ സത്യവും ദൈവത്തിന്റെ സത്യമാണ്.
ദൈവം നീതിമാനാണ്, സത്യവാനാണ്, സ്നേഹവും കരുണയും നിറഞ്ഞവനാകുന്നു. അവിടുന്ന് നീതിയോടെ ന്യായം വിധിക്കും. നീതിയില്ല എങ്കിൽ പാപം നിയന്ത്രണാതീതമായി കടന്നുപോകും. തിന്മ വിജയിക്കും, അനുസരണത്തിന് പ്രതിഫലമില്ലാതെയാകും. വെളിപ്പാട് 15:4 വീണ്ടും അവർ പാടിയത്, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഈ കാലത്തിൽ ജീവിക്കുന്ന നമ്മോട് പൗലോസ് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും വായിക്കുന്നു. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. കർത്താവ് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ എത്രയും വേഗം മടങ്ങി വരുന്നതുകൊണ്ട് യേശു കർത്താവിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് വിശ്വസ്തയോടെ ജീവിപ്പാൻ എല്ലാവർക്കും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരെന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും.